Good morning, students. ഇന്നത്തെ ക്ലാസ് നമ്മൾ എടുക്കാൻ പോകുന്നത് is about excretion, types of excretion based on the types of nitrogenous waste. മുന്നത്തെ ക്ലാസ്സുകളിൽ നമ്മൾ ഓൾറെഡി ഓസ്മോ റെഗുലേഷൻ എന്താണെന്നും ഓസ്മോ റെഗുലേഷൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്നും പറഞ്ഞിട്ടുണ്ട്. ഹൗ വേരിയസ് ഓർഗാനിസംസ്, മറൈൻ ആൻഡ് ഫ്രഷ് വാട്ടർ ഓർഗാനിസംസ് regulate or maintain their water and salt balance ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അതുകൂടാതെ ലാൻഡ് ആനിമൽസിൽ കാണുന്ന അഡാപ്റ്റേഷനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. കങ്കാരു റാറ്റിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. കമ്പയർ ടു ഹ്യൂമൻസ്, ഹൗ ദേ അക്വയർ വാട്ടർ. ഓക്കെ, അപ്പോൾ ബൗണ്ട് വാട്ടർ അല്ലെങ്കിൽ മെറ്റബോളിക് വാട്ടറിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, എങ്ങനെയാണ് അവർ അക്വയർ ചെയ്യുന്നത്. ദെൻ ഡെസേർട്ട് ആനിമൽസിൻ്റെയും പ്ലാന്റ്സിൻ്റെയൊക്കെ അഡാപ്റ്റേഷനെ കുറിച്ച് പറഞ്ഞാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സ്റ്റോപ്പ് ചെയ്തത്. അതുകൂടാതെ നമ്മുടെ നോട്ട്സിൽ കാണാൻ പറ്റും, LMSൽ ഞാൻ നോട്ട്സ് അപ്ലോഡ് ചെയ്യുന്നുണ്ട്, നിങ്ങളത് എല്ലാ ആഴ്ചയും നോക്കണം. ഓക്കെ, അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. ഞാൻ മെസ്സേജ് ഒന്നും പ്രത്യേകിച്ച് ഇടുന്നുണ്ടാവില്ല വാട്സപ്പ് ഗ്രൂപ്പിലൊന്നും, പക്ഷേ അത് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുന്നുണ്ടാവും. ചെക്ക് ചെയ്യാം. ഓക്കെ, ഫ്രീക്വൻ്റ്ലി ചെക്ക് ചെയ്യാം. അതുകൂടാതെ ഞാൻ പറഞ്ഞിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ട്രാൻസ്പോർട്ട് എപ്പിത്തീലിയം ഇൻ ഓസ്മോ റെഗുലേഷൻ എന്നുള്ളത് നോട്ട്സിൽ കാണാൻ പറ്റും. These are actually some specialized cells in some organisms. ചില ഓർഗാനിസംസിൽ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള സെൽസ് കാണാൻ പറ്റും. ദേ ആർ കൺസേൺഡ് വിത്ത് ഓസ്മോ റെഗുലേഷൻ. ഓക്കെ, ആൻഡ് ഈ സെൽസിൻ്റെ പ്രത്യേകത, അതിന് ചുറ്റുമായിട്ട് ദേ വിൽ ഹാവ് കോംപ്ലക്സ് ട്യൂബുലാർ നെറ്റ്വർക്ക്സ്. അപ്പോൾ ഈ സെൽസിലോട്ട് വരുന്ന സോൾട്സ് അല്ലെങ്കിൽ ഈ പറഞ്ഞ ഓസ്മോലാരിറ്റി കൂടിയ ലിക്വിഡ് ഇതിനകത്തോട്ട് ഫ്ലോ ചെയ്യുന്ന സമയത്ത് ഇതിന് ചുറ്റും ഇതുപോലെ കുറേ ട്യൂബുലാർ നെറ്റ്വർക്ക്സ് ഉണ്ടാവും. So this tubular network actually exchanges the salt and water with the cells. Okay, such an example is the salt gland in marine birds like seagulls. Seagulls-ലെല്ലാം കാണുന്ന salt gland ഇതിനൊരു എക്സാമ്പിൾ ആണ്. ആൽബട്രോസ്, സീഗൾസ് അതുപോലെ എല്ലാം കാണുന്ന ഒരു പ്രത്യേകതരം ഗ്ലാൻഡ് ആണ്. നേസൽ സോൾട്ട് ഗ്ലാൻഡ് എന്ന് വിളിക്കുന്നത്. നേസലിൻ്റെ ജസ്റ്റ് മേലെ ആയിട്ടാണ് കാണുന്നത്, തലയിലാണ് ഈ പറഞ്ഞ എക്സ്ക്രീറ്ററി ഗ്ലാൻസ് കാണുന്നത്. ഓക്കെ, ഈ ഗ്ലാൻസിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ there are സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള സെൽസ് കാണും, എപ്പിത്തീലിയൽ സെൽസ്, ട്രാൻസ്പോർട്ട് എപ്പിത്തീലിയൽ സെൽസ് കാണാൻ പറ്റും. അതിന് ചുറ്റുമായിട്ട് there are ബ്ലഡ് വാസ്കുലർ ആയിട്ടുള്ള ട്യൂബ്യൂൾസും കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ സാധാരണ കിഡ്നിയിലൊക്കെ പറയുന്ന പോലെ തന്നെ ഇവിടെയും അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് നടക്കുന്ന രീതിയിലാണ് വരുന്നത്. അപ്പോൾ ഈ സീഗൾസിനൊക്കെ നിങ്ങൾക്കറിയാം, ദേ ആർ ആക്ച്വലി ഫീഡിങ് ഓൺ ദി ഫുഡ് ഫ്രം ദി സീ. മറൈനിലെ സീഗൾസ് അല്ലെങ്കിൽ ആൽബട്രോസ് എല്ലാം മറൈനിലുള്ള ഫുഡാണത് കഴിക്കുന്നത്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി അതിൽ ഒരുപാട് സോൾട്ട് ഇതിൻ്റെ കൂടെ അത് എടുക്കും, ഇൻടേക്ക് ചെയ്യും. അപ്പോൾ ആ സമയത്ത് സോൾട്ട് ഒരുപാട് ഇതിൻ്റെ ബോഡിയിലോട്ട് കയറാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അത് റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്പെഷ്യലൈസ്ഡ് ഗ്ലാൻസ് ആണ് മൂക്കിന് ജസ്റ്റ് മേലെയായിട്ട് കാണുന്ന നേസൽ സോൾട്ട് ഗ്ലാൻസ്. അപ്പോൾ അതുവഴി എക്സസ് ആയി വരുന്ന വാട്ടർ ഇവരുടെ ചുണ്ടിലൂടെ ഇങ്ങനെ ട്രിപ്പ് ചെയ്ത് പോകുന്നത് കാണാൻ പറ്റും. അപ്പോൾ ആവശ്യമില്ലാത്ത സോൾട്ടെല്ലാം അത് റിമൂവ് ചെയ്ത് കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള സെക്രീഷൻസ് ഇതുപോലെ മൂക്കിലൂടെ റിമൂവ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അങ്ങനത്തെ ഒരു സ്പെഷ്യലൈസേഷൻ ഇവിടെ കാണാൻ പറ്റും. ഓക്കെ, ഇതും ടെറസ്ട്രിയൽ ആനിമൽസിൻ്റെ അഡാപ്റ്റേഷൻസിൻ്റെ ഒരു എക്സാമ്പിൾ മാത്രമാണ്. ഓക്കെ, സീഗൾസിൽ കാണുന്ന നേസൽ ഗ്ലാൻസ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ സ്ട്രക്ചറും അതിൻ്റെ അകത്തുള്ള എപ്പിത്തീലിയൽ ലൈനിങ്ങും ട്രാൻസ്പോർട്ട് സിസ്റ്റം എങ്ങനെയാണെന്നുള്ളതാണ് ഈ പിക്ചറിൽ കാണിച്ചിട്ടുള്ളത്. ഓക്കെ, എങ്ങനെയാണ് സോൾട്ട് മൂവ് ചെയ്യുന്നത്, അതിന് കൗണ്ടർ കറണ്ടായിട്ട് ബ്ലഡ് വെയിൻസിലൂടെ മൂവ് ചെയ്യുന്ന സമയത്ത് ദർ വിൽ ബി എക്സ്ചേഞ്ച്, ഒരു മൂവ്മെൻറ്റ് ഓഫ് രണ്ട് സൊല്യൂഷൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യുന്ന സമയത്ത് ദാറ്റ് ആക്ച്വലി പ്രൊഡ്യൂസസ് എ കാപ്പിലറി മോഷൻ, ഒരു കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യും. ആ കറണ്ട് കാരണം, കൗണ്ടർ കറണ്ട് കാരണം, അങ്ങോട്ടും ഇങ്ങോട്ടും ഓപ്പോസിറ്റ് ഡയറക്ഷനിലുള്ള ഈ മൂവ്മെൻറ്റ് കാരണം ദർ വിൽ ബി എക്സ്ചേഞ്ച് ഓഫ് ഫാസ്റ്റ് എക്സ്ചേഞ്ച് ഓഫ് സോൾട്ട്സ് ആൻഡ് സൊല്യൂട്ട്സ് ഓർ സോൾവെൻറ്റ്സ് ബിറ്റ്വീൻ ദാറ്റ് മെംബ്രെയിൻസ്. ആ മെംബ്രെയിൻസുകൾ തമ്മിലുള്ള എക്സ്ചേഞ്ച് ഇവിടെ കാണാൻ പറ്റും. അങ്ങനെയാണ് ഇവിടെ നേസൽ ഗ്ലാൻസിൽ കൗണ്ടർ കറണ്ട് മെക്കാനിസം വഴിയാണ് ഈ പറഞ്ഞ ഓസ്മോ റെഗുലേഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്, ഓർ എക്സ്ക്രീഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ ഈസ് ടൈപ്സ് ഓഫ് എക്സ്ക്രീഷൻ. ഓൾറെഡി നിങ്ങൾക്ക് അറിയാവുന്ന ടൈപ്പ് ഓഫ് എക്സ്ക്രീഷനാണ്. ഇറ്റ് പ്യൂർലി ബേസ്ഡ് ഓൺ നൈട്രജനസ് വേസ്റ്റ്. ഏത് നൈട്രജനസ് വേസ്റ്റ് ആണോ പ്രൊഡ്യൂസ് ചെയ്യുന്നത് അത് ബേസ് ചെയ്തിട്ടുള്ള ക്ലാസിഫിക്കേഷനാണ്. ഓക്കെ, ഫ്രഷ് വാട്ടർ ഓർഗാനിസത്തിൽ നോക്കുകയാണെങ്കിൽ urine is less concentrated than the body fluid, while bony marine fishes നോക്കുകയാണെങ്കിൽ urine is more concentrated than the body fluid. ഓക്കെ, കുറഞ്ഞ വോളിയം യൂറിൻ ആയിരിക്കും, മറ്റടുത്ത്
ഫ്രഷ് വാട്ടറിൽ ഒരുപാട് വോളിയം യൂറിൻ ആകും, അതുകൊണ്ട് തന്നെ ലെസ് കോൺസെൻട്രേറ്റഡ് ആയിരിക്കും. ഇവിടെ കുറഞ്ഞ വോളിയം കൂടുതൽ കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള യൂറിൻ, അങ്ങനത്തെയാണ് ബോഡി ഫിഷസിലുള്ളത്. ടെറസ്ട്രിയൽ ഓർഗാനിസത്തിലാണെങ്കിൽ ഒരു മീഡിയം കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള യൂറിയൻ മാത്രമാണ് കാണുന്നത്. അപ്പോൾ ഒരു ഈക്വൽ amount of, അല്ലെങ്കിൽ when compared to fresh water and marine, they have a moderately concentrated ആയിട്ടുള്ള യൂറിൻ ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. Now animals nitrogenous waste reflects their phylogeny. ഏത് ടൈപ്പ് ഓഫ് എവല്യൂഷൻ ആണ് അവർ വരുന്നത്, അതായത് വെള്ളത്തിൽ നിന്ന് കരയിലോട്ടോ കരയിൽ നിന്ന് പിന്നീട് മുന്നോട്ടോ പോയിട്ടുള്ള ജീവികളാണോ എന്നുള്ളത് മനസ്സിലാക്കാൻ ഹെൽപ്പ് ചെയ്യും. ഫൈലോജനിയെ ഹെൽപ്പ് ചെയ്യുന്ന രീതിയിലാണ് ഈ പറഞ്ഞ നൈട്രജൻ വേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ നൈട്രജൻ വേസ്റ്റിൽ കൂടുതൽ വെള്ളം വേണ്ട ആവശ്യമുള്ള സമയത്താണെങ്കിൽ അമോണിയ ആണ് അവർ എക്സ്ക്രീറ്ററി പ്രൊഡക്റ്റായിട്ട് യൂസ് ചെയ്യുന്നത്. എന്നാൽ വെള്ളം വളരെ കുറച്ചുള്ളൂവെങ്കിൽ ദേ വിൽ ഗോ ഫോർ യൂറിയ ടെലിക്. അപ്പോൾ ആ എവല്യൂഷനിൽ തന്നെ അത് കാണാൻ പറ്റും. വെള്ളത്തിൽ ഒറിജിനേറ്റ് ചെയ്തിട്ടുള്ള ലൈഫ് ദേ മൂവ് ടുവേർഡ്സ് ദ ടെറസ്ട്രിയൽ ആവുന്ന സമയത്ത് എക്സ്ക്രീറ്ററി പ്രോഡക്റ്റിലും ആ മാറ്റം കാണാൻ പറ്റും. ഓക്കെ, സോ ഇറ്റ് ഓൾവേസ് ഡിപ്പെൻഡ്സ് ഓൺ വാട്ടർ. വെള്ളം എത്ര ഉണ്ടോ അതിനനുസരിച്ചാണ് എക്സ്ക്രീറ്ററി പ്രോഡക്റ്റ് ഏതാണ് തീരുമാനിക്കുന്നത്. നൈട്രജനസ് വേസ്റ്റ് ആണ് ഇവിടെ വരുന്നത്. ഈ നൈട്രജനസ് വേസ്റ്റ് എല്ലാം ഉണ്ടാവുന്നത് നമ്മുടെ ബോഡിയിൽ നൈട്രജൻ ഉണ്ട്, പ്രോട്ടീൻസിലുണ്ട്, ന്യൂക്ലിക് ആസിഡ്സിലുണ്ട്. സോ കുറേ കഴിയുമ്പോൾ നമ്മുടെ ബോഡി കഴിക്കുന്ന നൈട്രജനിൽ നിന്ന് അമിനോ ആസിഡ്സ് ഉണ്ടാവും. അമിനോ ആസിഡ്സ് നമ്മുടെ ബോഡി ബിൽഡ് ചെയ്യും. പിന്നെ കുറയുമ്പോൾ ബോഡി നമ്മൾ വേറെ ടയർ കാരണം ബോഡിയിലെ ഈ പ്രോട്ടീൻസ് നശിച്ച് വീണ്ടും ഡീഗ്രേഡ് ചെയ്ത് വിൽ പ്രൊഡ്യൂസ് അമിനോ ആസിഡ്സ്. ആ അമിനോ ആസിഡ്സ് പിന്നെ ഡീഗ്രേഡ് ചെയ്ത് അമിനോ ആസിഡ്സിലെ അമീൻ ഗ്രൂപ്പ് വിൽ പ്രൊഡ്യൂസ് അമോണിയ. ഓക്കെ, ദാറ്റ് അമോണിയ ചില ഓർഗാനിസംസ് അങ്ങനെ തന്നെ അത് റിമൂവ് ചെയ്യും. എന്നാൽ ചില ഓർഗാനിസംസ് അത് വെള്ളം ഉള്ള സമയത്ത് അമോണിയ ഭയങ്കര ടോക്സിക് ആണ്. ആ സമയത്ത് എന്താ വെച്ചാൽ ഓർഗാനിസംസ് വിൽ ആക്ച്വലി കൺവേർട്ട് ദിസ് അമോണിയ ഇൻ ടു യൂറിയ. അതിനേക്കാളും ലെസ് ടോക്സിക് ആയിട്ടുള്ള യൂറിക് ആസിഡ്. അതാണ് നമ്മൾ ഇവിടെ നോക്കാൻ പോകുന്നത്. ഓക്കെ, ഇറ്റ് ലാർജ്ലി ഡിപ്പെൻഡ്സ് ഓൺ ദി amount of water. ഓക്കെ, അതിനനുസരിച്ചിരിക്കും. നൈട്രജനസ് വേസ്റ്റ് ആണ് ബേസിക്കലി എക്സ്ക്രീഷനിൽ വരുന്നത്. ആൻഡ് ദിസ് നൈട്രജനസ് വേസ്റ്റ് ഈസ് ആക്ച്വലി കമ്മിങ് ഫ്രം ദി പ്രോട്ടീൻ ആൻഡ് ന്യൂക്ലിക് ആസിഡ്. പ്രോട്ടീനും ന്യൂക്ലിക് ആസിഡിൻ്റെ ഡീഗ്രഡേഷൻ ആണ് ഈ പറഞ്ഞ നൈട്രജനസ് വേസ്റ്റ് ഉണ്ടാവുക. പ്രോട്ടീനിലാണെങ്കിലും അമിനോ ഗ്രൂപ്പ് ഉണ്ട് അമിനോ ആസിഡ്സിൽ, ന്യൂക്ലിക് ആസിഡിൽ അതുപോലെ ഈ പറഞ്ഞ പോലെ ന്യൂക്ലിയോടൈഡ്സിലും ഈ പറഞ്ഞ നൈട്രജൻ ബേസസ് ഉണ്ട്. ആ നൈട്രജൻ ബേസിൽ നിന്ന് അമീൻ ഗ്രൂപ്പ് ഉണ്ടാവും. ഈ അമീൻ ഗ്രൂപ്പ് വേരിയസ് ഓർഗാനിസംസിൽ ഇറ്റ് വിൽ ബി കൺവേർട്ടഡ് ഇൻ ടു ഐദർ അമോണിയ, then urea and uric acid. Okay, അത് ബേസ് ചെയ്തിട്ട് there are different types of excretion. Okay, excrete nitrogenous waste in different forms. Animals excrete nitrogenous waste in different forms. Some convert toxic ammonia to less toxic ആയിട്ടുള്ള urea or uric acid or etc. Okay, അമോണിയ എക്സ്ക്രീറ്റ് ചെയ്യുന്ന ഓർഗാനിസത്തിന് വിളിക്കുന്ന പേരാണ് അമോണോടെലിസം. ഓക്കെ, അങ്ങനത്തെ ഓർഗാനിസംസ്, അങ്ങനെ അമോണിയ എക്സ്ക്രീറ്റ് ചെയ്യുന്ന ഓർഗാനിസത്തിന് അങ്ങനത്തെ എക്സ്ക്രീഷൻ കാണിക്കുന്ന ഓർഗാനിസത്തിന് വിളിക്കുന്ന പേരാണ് അമോണോടെലിക് ആനിമൽസ്. ഓർ ആ ഫിനോമിനെ വിളിക്കുന്ന പേരാണ്, അല്ലെങ്കിൽ ആ എക്സ്ക്രീഷനെ വിളിക്കുന്ന പേരാണ് അമോണോടെലിസം. ബേസിക്കലി അക്വാട്ടിക് ആയിട്ടുള്ള ഓർഗാനിസം, ഒരുപാട് വെള്ളമുള്ള ഓർഗാനിസംസ് ആണ് സാധാരണ അമോണിയ എക്സ്ക്രീഷൻ ആയിട്ട് യൂസ് ചെയ്യുന്നത്. നീഡ്സ് എ ലോട്ട് ഓഫ് വാട്ടർ ബിക്കോസ് അമോണിയ ഈസ് ടോക്സിക്. അമോണിയ നമ്മുടെ ബ്ലഡിൽ അമൗണ്ടിൽ കൂടുതൽ ഒരളവിൽ കൂടുതലാവുകയാണെങ്കിൽ ദാറ്റ് ആക്ച്വലി ക്യാൻ കോസ് ടോക്സിസിറ്റി. They are released from the whole body. Aquatic organisms ആണെങ്കിൽ they release it from through their body surface or through their gills and also in the form of concentrated urine. Okay, യൂറിനിലും അമോണിയ റിലീസ് ചെയ്യാണ് ചെയ്യുന്നത്. എന്നാൽ രണ്ടാമത്തെ ടൈപ്പ് വെള്ളം കുറച്ചേ ഉള്ളൂ, ടെറസ്ട്രിയൽ ആയിട്ടുള്ള അഡാപ്റ്റേഷൻ്റെ ഭാഗമായിട്ട് അനിമൽസ് ജസ്റ്റ് ട്രൈ ടു മൂവ് ടു ദി ലാൻഡ്. ആ സമയത്ത് ഉണ്ടാകുന്ന അഡാപ്റ്റേഷൻ്റെ ഭാഗമായിട്ട് ദേ വിൽ കൺവേർട്ട് ദിസ് അമോണിയ ഇൻ ടു യൂറിയ. അതിൻ്റെ ഭാഗമായിട്ട് there is a cycle known as urea cycle. അത് നമുക്ക് അടുത്ത ചാപ്റ്ററിൽ അടുത്ത ടോപ്പിക്കിൽ പഠിക്കാനുള്ളതാണ്. ആൻഡ് ദിസ് കൺവേർഷൻ ആക്ച്വലി ഈസ് എനർജറ്റിക്കലി എക്സ്പെൻസീവ്. ATP യൂട്ടിലൈസ് ചെയ്ത് കൺവേർട്ട് ചെയ്യേണ്ട ഒരു സംഗതി കൂടിയാണ് ഈ പറഞ്ഞ അമോണിയ ടു യൂറിയ കൺവേർഷൻ. ഇവിടെ അമോണിയ എക്സ്ക്രീറ്ററി പ്രോഡക്റ്റ് അമോണിയ തന്നെയാണ്, പക്ഷേ അമോണിയ വിൽ ബി കൺവേർട്ടഡ് ഇൻ ടു ലെസ് ടോക്സിക് യൂറിയ. അതായത് അമിനോ ആസിഡ്സിൽ നിന്നും ന്യൂക്ലിക് ആസിഡ്സിൽ നിന്നും there will be ammonia production. അതിൻ്റെ ഡീഗ്രഡേഷൻ കാരണം അമോണിയ ഉണ്ടാവും. ഓക്കെ, ഡീഅമിനേഷൻ എന്നുള്ള പ്രോസസ്സിലൂടെ ഇറ്റ് പ്രൊഡ്യൂസസ് അമോണിയ. അമിനോ ആസിഡ്സ് അണ്ടർഗോ ഡീഅമിനേഷൻ ടു പ്രൊഡ്യൂസ് അമോണിയ. ആ അമോണിയ then will be converted through urea cycle with the expenditure of ATP to produce urea. അമോണിയ ടോക്സിക് ആയതുകൊണ്ട് തന്നെ ഈ ഓർഗാനിസത്തിൽ
വെള്ളത്തിൽ അമോണിയ ലയിച്ച് അമോണിയ വിൽ ബി കൺവേർട്ടഡ് ഇൻ ടു സാധാരണ രീതിയിൽ വിൽ ബി കൺവേർട്ടഡ് ഇൻ ടു ലെസ് ടോക്സിക് ആയിട്ടുള്ള അമോണിയ ഹൈഡ്രോക്സൈഡ് ആയിട്ട് മാറുകയാണ് ചെയ്യും. അപ്പോൾ വെള്ളം ഇല്ലാത്ത സിറ്റുവേഷൻ വരുന്ന സമയത്ത് ദി ഓർഗാനിസംസ് വിൽ കൺവേർട്ട് ദം ഇൻ ടു യൂറിയ. അങ്ങനത്തെ ഓർഗാനിസംസിന് വിളിക്കുന്ന പേരാണ് യൂറിയോടെലിക് ഓർഗാനിസംസ്, ആൻഡ് ദിസ് ടൈപ്പ് ഓഫ് എക്സ്ക്രീഷൻ ഇസ് നോൺ ആസ് യൂറിയോടെലിസം. ഓക്കെ, ഇത് എനർജറ്റിക്കലി എക്സ്പെൻസീവ് ആണ്. മോസ്റ്റ് ഓഫ് ദി മാമൽസ്, അഡൽട്ട് ആംഫീബിയൻസ്, അതായത് ഫ്രോഗിൻ്റെ ടാഡ്പോൾ സ്റ്റേജിൽ മോണോടെലിക് ആണെങ്കിൽ അതിൻ്റെ അഡൽട്ട് സ്റ്റേജിൽ ദി ആർ യൂറിയോടെലിക്. ദെൻ ഷാർക്ക്, മറൈൻ ബോണി ഫിഷസ്, ടേർട്ടിൽസ്, ഓക്കെ, ടേർട്ടിൽസ് ആൻഡ് സം ടോർട്ടോയിസസ്. ഓക്കെ, ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ ദി ആർ ലെസ് ടോക്സിക് ആൻഡ് റിക്വയർ ലെസ് വാട്ടർ. Disadvantage is that they have to spend more energy when compared to production of ammonia. അമോണിയയിൽ നിന്ന് ഉണ്ടാവുന്ന അമോണിയയിലെ യൂറിയ ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് they will have to spend more ATP. അതാണ് ഇതിൻ്റെ ഒരു മൂന്നാമത്തെ ടൈപ്പാണ് യൂറിക്കോടെലിസം. ഓർഗാനിസംസ് ദാറ്റ് എക്സ്ക്രീറ്റ് യൂറിക് ആസിഡ് ആസ് their excretory product. ഓക്കെ, സോ യൂറിക് ആസിഡ് വളരെ ടെറസ്ട്രിയൽ ആയിട്ട് ഒട്ടും വെള്ളം കിട്ടാത്ത ഓർഗാനിസംസ് ആണ് ഇങ്ങനെ വരുന്നത്. ഫോർ എക്സാമ്പിൾ ഇൻസെക്ട്സ്, ലാൻഡ് സ്നെയിൽസ്, മിനി റെപ്റ്റൈൽസ് ഇൻക്ലൂഡിങ് ബേർഡ്സ്. ഓക്കെ, വൈറ്റ് പെല്ലറ്റ്സ് ആയിട്ട് ഇവരുടെ എക്സ്ക്രീറ്റയിൽ കാണാൻ പറ്റും. കാസ്റ്റത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഡൈജസ്റ്റീവ് ആയിട്ടുള്ള വേസ്റ്റ് ഉണ്ടാവും കളറിലുള്ള, അതല്ലാതെ വെള്ള കളറിലുള്ള യൂറിക് ആസിഡ് പെല്ലറ്റ്സ് ആയിട്ട് അല്ലെങ്കിൽ ക്രിസ്റ്റൽസ് ആയിട്ട് കാണാൻ പറ്റും. അങ്ങനത്തെ ഓർഗാനിസംസിൻ്റെ എക്സ്ക്രീഷനെ വിളിക്കുന്ന പേരാണ് യൂറിക്കോടെലിസം അല്ലെങ്കിൽ യൂറിക്കോടെലിക് ഓർഗാനിസംസ്. ഓക്കെ, ലാർജ് ഇൻസോളിബിൾ ആയിട്ടുള്ള യൂറിക് ആസിഡ് ആണ് ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യുക, ആൻഡ് ദി ആർ സെക്രീറ്റഡ് ഇൻ പേസ്റ്റ് വിത്ത് ലിറ്റിൽ വാട്ടർ ലോസ്. അപ്പോൾ വാട്ടർ തീരെ കിട്ടാത്ത ഓർഗാനിസത്തിൻ്റെ അഡാപ്റ്റേഷൻ്റെ ഭാഗമായിട്ടാണ് ദി ആക്ച്വലി പ്രൊഡ്യൂസ് യൂറിക് ആസിഡ്, ഓക്കെ, ഇൻസ്റ്റെഡ് ഓഫ് യൂറിയ ഓർ അമോണിയ. ബട്ട് ദി ആർ അഗെയിൻ മോർ എക്സ്പെൻസീവ്, എനർജി എക്സ്പെൻസീവ് ദാൻ ദി പ്രൊഡക്ഷൻ ഓഫ് യൂറിയ പ്രൊഡ്യൂസ് ചെയ്യുന്നതിനേക്കാളും കൂടുതൽ ATP ഇവിടെ യൂട്ടിലൈസ് ചെയ്യും. ബട്ട് ദി ഹാവ് ടു spend more ATP because they have less water and they are relatively less toxic, uric acid. Okay, so മൂന്ന് ടൈപ്സ് ഓഫ് എക്സ്ക്രീറ്ററി ടൈപ്സ് ആണ് അവിടെ ഉള്ളത്. ഒന്ന് അമോണിയ ബേസ്ഡ് ആയിട്ടുള്ള മോണോടെലിസം, രണ്ടാമത്തെ മാമൽസിലും നമ്മളെ പോലത്തെ മാമൽസിലും ആംഫീബിയൻസിലും ഷാർക്സിലും ആൻഡ് ബോണി ഫിഷസിൽ കാണുന്ന യൂറിയോടെലിസം, ആൻഡ് ദെൻ തേർഡ് വൺ ബേർഡ്സും റെപ്റ്റൈൽസും തീരെ വെള്ളമില്ലാത്ത യൂറിക്കോടെലിസം. Now some organisms are mixed അമോണോ ആൻഡ് യൂറിയോടെലിസം രണ്ടും കൂടി കാണിക്കുന്ന ഓർഗാനിസംസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ ക്രോക്കഡൈൽ, വെള്ളമുണ്ട് അതുപോലെ കരയിലും കൂടി ജീവിക്കുന്ന ഓർഗാനിസം കൂടി ആയതുകൊണ്ട് വെള്ളമുള്ള സമയത്ത് ദേ അണ്ടർഗോ എക്സ്ക്രീഷൻ ഇൻ ദ ഫോം ഓഫ് അമോണിയ, വെള്ളമില്ലാത്ത സമയത്ത് ദേ പ്രിഫർ ഈ പറഞ്ഞ പോലെ യൂറിയ ആണ് പ്രിഫർ, വെള്ളം കുറവുള്ള സമയത്ത്. അതുപോലെ യൂറിയോ ആൻഡ് യൂറിക്കോടെലിസം മിക്സഡ് ആയിട്ടുള്ള സ്ഫീനോഡോൺ പോലത്തെ, സ്ഫീനോഡോൺ ഒരു റെപ്റ്റൈലാണ്, ഓക്കെ, ഒരു ലിവിങ് ഫോസിൽ ആയിട്ടുള്ള റെപ്റ്റൈലാണ്. ദെൻ ചിലോണിയൻസ്, ടേർട്ടിൽസ്, ടോർട്ടോയിസസ്, കരയിലും വെള്ളത്തിലും ജീവിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഓർഗാനിസം. വെള്ളം ഉള്ള സമയത്ത് യൂറിയ ആൻഡ് തീരെ വെള്ളമില്ലാത്ത കരയിലോട്ട് വരുന്ന കരയാമകളൊക്കെ കാണുന്ന ടൈപ്പാണ് യൂറിക്കോടെലിസം. ഓക്കെ, അങ്ങനത്തെ മിക്സഡ് ആയിട്ടുള്ള ടൈപ്പും ഉണ്ട്. ഓക്കെ, സോ ബേസിക്കലി ബേസ്ഡ് ഓൺ നൈട്രോജനസ് പ്രോഡക്ട്സ് ദർ ആർ 3 ടൈപ്സ്: അമോണോടെലിക്, യൂറിയോടെലിക് ആൻഡ് യൂറിക്കോടെലിക്സ്. Now other excretory products കൂടിയുണ്ട്. ഇത് കൂടാതെ ഈ പറഞ്ഞ നൈട്രോജനസ് വേസ്റ്റിൽ തന്നെ വരുന്ന വേറെ ടൈപ്സ് ഉണ്ട്. അമോണിയ, യൂറിയ ആൻഡ് യൂറിക് അല്ലാത്ത കുറച്ച് ടൈപ്പും കൂടി കാണാൻ പറ്റും. അതിലൊന്നാണ് ട്രൈ മീഥൈൽ അമിനോ ഓക്സൈഡ്, TMO അല്ലെങ്കിൽ TMAO എന്ന് പറയുന്ന എക്സ്ക്രീറ്ററി പ്രോഡക്റ്റ് ആണ്. ഇത് യൂറിയ പോലെ തന്നെ ലെസ് ടോക്സിക് ആണ്, പ്രോപ്പർട്ടീസ് എല്ലാം യൂറിയൻ്റെ പോലെ തന്നെയാണ്. ബട്ട് ദി ആർ ലെസ് ടോക്സിക് ദാൻ അമോണിയ ആൻഡ് toxicity similar to that of urea seen in marine teleost fishes, bony fishesൽ കാണുന്നതാണ് ചില ഒരു പ്രത്യേകതരം എക്സ്ക്രീറ്ററി പ്രോഡക്റ്റ് ആണ്. ദെൻ ഗ്വാനിൻ എക്സ്ക്രീറ്റ് ചെയ്യുന്നത് സ്പൈഡേഴ്സ് ആൻഡ് സ്കോർപ്പിയൻസ് ആണ്. ദി റിസംബിൾ യൂറിക് ആസിഡ് ഇൻ ദി പ്രോപ്പർട്ടീസ് ഓഫ് ആസ് എക്സ്ക്രീറ്ററി പ്രോഡക്റ്റ്. യൂറിക് ആസിഡിന് സിമിലർ ആയിട്ടുള്ള ഗ്വാനിൻ ആണ് അവിടെ സെക്രീറ്റ് ചെയ്യുന്നത്. ഗ്വാനറ്റോലിസം എന്നാണ് ഈ എക്സ്ക്രീറ്ററി പ്രോസസ്സിന് വിളിക്കുന്ന പേര്. ഓക്കെ, ഈ ടൈപ്പ് ഓഫ് എക്സ്ക്രീഷൻ they are less soluble in water than uric acid. യൂറിക് ആസിഡിനേക്കാളും കുറഞ്ഞ സോളിബിലിറ്റി ഉള്ള ഇതാണ് ഗ്വാനിൻ. അതുകൊണ്ട് ടെറസ്ട്രിയൽ ഓർഗാനിസത്തിൻ്റെ അഡാപ്റ്റേഷൻ്റെ ഭാഗമായിട്ട് തീരെ വെള്ളം കിട്ടാത്ത സ്പൈഡേഴ്സ് ആൻഡ് സ്കോർപ്പിയൻസ്, ഡെസേർട്സിലൊക്കെ കാണുന്നതാണ് സ്കോർപ്പിയൻസ്. അതുപോലെ കംപ്ലീറ്റ്ലി ടെറസ്ട്രിയൽ ആയിട്ട് ജീവിക്കുന്ന ഓർഗാനിസമാണ് സ്പൈഡേഴ്സ് എല്ലാം, അവിടെ കാണുന്നതാണ്
ഗുവാനോട്ടലിസം. ഓക്കെ, ദെൻ ഓർണിത്തിനിക് ആസിഡ് ചില ബേർഡ്സിൽ കാണുന്ന ഒരു സ്മോൾ ക്വാണ്ടിറ്റി, അതായത് സാധാരണ കാണുന്ന യൂറിക് ആസിഡ് കൂടാതെ അതിൻ്റെ കൂടെ കാണുന്ന ഒരു എക്സ്ക്രീറ്ററി പ്രോഡക്റ്റാണ് ഓർണിത്തിനിക് ആസിഡ് സീൻ ഇൻ ബേർഡ്സ്. ദെൻ ക്രിയാറ്റിൻ, മാമൽസ്, നമ്മളെ പോലത്തെ മാമൽസിലൊക്കെ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു എക്സ്ക്രീറ്ററി പ്രോഡക്റ്റാണ് ക്രിയാറ്റിൻ. ദിസ് ഈസ് ആക്ച്വലി ഫോംഡ് ബൈ ദ ബ്രേക്ക് ഡൗൺ ഓഫ് 3 അമിനോ ആസിഡ്സ്. 3 അമിനോ ആസിഡ്സ് ലിവറിലാണ് അത് സിന്തസൈസ് ചെയ്യുന്നത്. യൂറിയ പോലെ തന്നെ ലിവർ തന്നെയാണ് അത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. 3 അമിനോ ആസിഡ്സ് ആണ് സാധാരണ ബ്രേക്ക് ഡൗൺ ചെയ്ത് ക്രിയാറ്റിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ആർജിനിൻ, ഗ്ലൈസിൻ, മെഥിയോണിൻ. ഓക്കെ, ക്രിയാറ്റിനിൻ ഒരു ഡെറിവേറ്റീവ് ആണ്, ക്രിയാറ്റിൻ്റെ ഡെറിവേറ്റീവ് ആണ് ക്രിയാറ്റിനിൻ. ക്രിയാറ്റിൻ ഈസ് എ ഡെറിവേറ്റീവ് എക്സ്ക്രീറ്റഡ് ബൈ മാമൽസ് ഇൻ സ്മോൾ ക്വാണ്ടിറ്റീസ്. അപ്പോൾ നേരത്തെ പറഞ്ഞ അമോണിയ, യൂറിയ ആൻഡ് യൂറിക് ആസിഡ് കൂടാതെ ട്രൈ മീഥൈൽ അമീൻ ഓക്സൈഡ്, ഗ്വാനിൻ, ഓർണിത്തിനിക് ആസിഡ്, ക്രിയാറ്റിൻ, ക്രിയാറ്റിനിൻ മുതലായവയാണ് സാധാരണ ഗതിയിൽ കാണുന്ന എക്സ്ക്രീറ്ററി പ്രോഡക്ട്സ്. ഓക്കെ, ഇത്രയാണ് അബൌട്ട് ടൈപ്സ് ഓഫ് എക്സ്ക്രീഷൻ. നൗ നെക്സ്റ്റ് ക്ലാസ് വിൽ ഗോ ഫോർ ദി പ്രൊഡക്ഷൻ ഓഫ് അമോണിയ ആൻഡ് യൂറിയ സൈക്കിളിനെ കുറിച്ചാണ് അടുത്ത ക്ലാസ്സിൽ പറയുന്നത്. ഓക്കെ, അപ്പോൾ താങ്ക് യു.